അതായത് എല്ലാ പിള്ളേർക്കും എല്ലാ ആൾക്കാർക്കും ഈ അക്വേറിയം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മറൈൻ വേൾഡാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യാസ് ലാർജസ്റ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് വഴിയെ നോക്കാം. അപ്പോൾ ഫോളോ മീ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഏരിയാസ് കാണാം. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ഭാഗത്ത് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇടയിൽ ഭക്ഷണം കഴിക്കാനോ സ്നാക്സ് കഴിക്കാനാണെങ്കിൽ അങ്ങോട്ട് പോകാം. പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഓരോ സെപ്പറേറ്റ് സെക്ഷനും സെപ്പറേറ്റ് ടിക്കറ്റ്സ് ആണ്. ഇത് കിഡ്സിൻ്റെ ഏരിയ ആണ്, കിഡ്സ് പാർക്ക് ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ റൈഡിനും 30 റുപ്പീസാണ് വരുന്നത്. മൊത്തം റൈഡ് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ട്. 180 റുപ്പീസിന് നമുക്ക് മൊത്തം റൈഡ്സും അവൈലബിൾ ആയിരിക്കും. പിന്നെ വേറെ ഒരെണ്ണുള്ളത് ബൗൺസി ലാൻഡാണ്. ഈ സൈഡിൽ കാണുന്നതാണ് ബൗൺസി ലാൻഡ്. അത് ഉച്ചയ്ക്ക് 3:30 ശേഷം വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ അതിനകത്ത് എയർ നിറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്ലൈഡ്സും പിന്നെ ക്ലൈംബ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കിഡ്സിന് ശരിക്കും ഒരു റിയൽ ട്രീറ്റാണ്. ഇപ്പോൾ നമ്മൾ ഉച്ച നേരത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3:30 കഴിയുമ്പോൾ ഈവനിങ്ങിനോട് അടുപ്പിച്ചാണ് നമുക്ക് കൂടുതൽ ഇവിടെ കാണാൻ കിട്ടുക. ഇനി നമുക്ക് ബാക്കിയുള്ള അക്വേറിയത്തിൻ്റെ സെക്ഷനിലേക്ക് പോകാം. എല്ലാ മീനുകളും ലൈനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഫീഡിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ലൈനായിട്ട്. നല്ല വലിപ്പമുണ്ടല്ലോ. അരാപ്പയ്മ നല്ല എക്സ്പെൻസീവ് മീനാന്ന് തോന്നുന്നു അല്ലേ? ഇനിയും കുറേ ഫിഷസിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നു തോന്നുന്നു. ഇനി നമുക്ക് അക്വേറിയത്തിൻ്റെ അവിടേക്ക് പോവാം അല്ലേ? ഇത് നമ്മുടെ ദീപക് ഭായ്, ക്യാമറാമാൻ കം പാർട്ട്ണർ ഇൻ ക്രൈം. വെൽക്കം ഹോം ഇൻ ടു ദ ഫിഷ് മാർക്കറ്റ്. നടന്നോ നടന്നോ. ഇല്ല ഇതാണ് അലിഗേറ്റർ ഗാർ. അടിപൊളി സംഭവം. മുകളിലുണ്ടായി. ഇതാണ് നമ്മുടെ ടണലിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ്. ഇറ്റ്സ് സൂപ്പർബ്. ആദ്യമായിട്ടാണ് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. ചുറ്റും ഫിഷാണ്. കടലിൻ്റെ അടിയിലുള്ള ഫീൽ. അടിപൊളി. മീനിനെ തൊടും. മീനിനെ അടിപൊളി.
അടിക്കോ ഷോക്ക് ഇതല്ല അല്ലല്ല സ്റ്റിങ്ങറേ അജിണി ചേട്ടൻ എങ്ങോട്ട് പോണേ? ചേട്ടൻ ഇങ്ങനെ മല കയറി പോണ്ടല്ലോ. എന്താണ് വരുന്നില്ലേ തവള ചേട്ടാ? ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. നീ ഇവിടെ ഇരിക്കണം ഫ്രണ്ടിലോട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത പിന്നെ അതായത് നമ്മുടെ ആ സ്ലൈഡിൽ എയർ നടന്നിട്ട് ജമ്പ് ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും പറ്റിയ സ്ഥലം. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഐശ്വര്യാണെങ്കിൽ ബോട്ടിങ്ങിന് ചേട്ടൻ പോകാണ്ടായപ്പോൾ പിന്നാലെ ഓടി വരുമായിരുന്നു. അത് ഫുൾ ഹാപ്പിയാണ്. വീടൊക്കെ രണ്ട് ചോന്നുണ്ടായിട്ടുണ്ട്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ വൈകിട്ടാണ് ഇവിടെ വരാൻ പറ്റുള്ളൂ. നമ്മൾ ഉച്ചയ്ക്ക് വന്ന കാരണം കൊണ്ട് തിരക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ച നേരത്തെ വന്നത്. ഇപ്പോൾ ഈവനിങ്ങിൽ തിരക്കായി തുടങ്ങി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം. നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് വരണം. ഇറ്റ് വാസ് എ നൈസ് ടൈം.